ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു ചെറുപയർ ദോശയാണ് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഗ്ലാസ് മതിയായിരിക്കും, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞ് ഗ്ലാസ്സിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്നത് ഒരു 3/4 ഗ്ലാസ് ചെറുപയറാണ് കേട്ടോ. ഒരു ഗ്ലാസ് വേണേലും 3/4 ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 3/4 ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതുപോലെ ഉഴുന്ന് നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഉഴുന്ന് ഞാനൊരു ശകലം എടുത്തിട്ടുള്ളൂ, ഒരു അരയുടെയും താഴെ ഉള്ള രീതിക്കുള്ള ഒരു ശകലം ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ, അവരുടെ ഹെൽത്തിനായിക്കോട്ടെ. നമുക്കാണേലും എല്ലാ ദിവസവും സാധാ ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും നമുക്കാണേലും ഒരു മടുപ്പല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ചെറുപയറൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതല്ലേ. കുഞ്ഞ് കൈ വന്നത് കണ്ടില്ലേ, അതപ്പോൾ ആദ്യയുടെ കൈയാണ് കേട്ടോ. അവന് അരി പയർ സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആദ്യപ്പൊന്നാണ് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുക രാവിലെ. അപ്പോൾ ഇത് ഞാൻ ഒരു 5 മണിക്കൂർ 5 to 6 മണിക്കൂറൊക്കെ നമുക്ക് വെള്ളത്തിൽ ഇടണം കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഒന്ന് കുതിരാനിട്ടാൽ മതി. ഒരു 5-6 മണിക്കൂറോളം എങ്കിലും ഇത് കുതിർന്ന് കിട്ടണം. നമുക്കിത് പുളിക്കാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് ദോശ ചുടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് കുതിർത്തെടുക്കാം കേട്ടോ, നല്ലപോലെ. അപ്പോൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു സമയം ആയിട്ടുണ്ട്, ഒരു 5-6 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോഴും ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇത് ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. രാവിലെ ഒരു എത്ര മണിയായി, 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വെള്ളത്തിൽ ഇട്ടു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിതൊന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി നല്ല വൃത്തിയായിട്ട് കഴുകി വാരി വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ കണ്ട. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ല ഒരു തരിതരിപ്പില്ലാത്ത രീതിക്ക് അരച്ചെടുക്കണം. നമ്മൾ ഇത് എത്രയും കുതിർത്തെടുത്ത് അരയ്ക്കുന്നതായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അരഞ്ഞൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊരു മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. നമുക്കിത് ഈ നീർദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അരച്ചെടുത്ത ഉടനെ നമുക്ക് ഉണ്ടാക്കാം. പുളിക്കാൻ വെച്ചിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. എന്നാലും ചെറുപയറൊക്കെ നമ്മൾ പച്ചക്ക് ഇടുന്നത് കൊണ്ട് അങ്ങനെ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ല ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിടുന്ന കാര്യം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ഉപ്പിടുക. ആവശ്യത്തിന്, നമ്മുടെ മാവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടുക. ഇനി നമുക്ക് നല്ലൊരു ദോശ ചുട്ട് നോക്കാം. നമ്മൾ സാധാ ദോശ ചുടുന്ന പോലെ തന്നെ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ വൃത്തികേടായിട്ടൊന്നും വരില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും മറിച്ചിട്ട് മറ്റേ ഭാഗവും കൂടെ വേവിച്ചെടുത്ത് ആ ഒരു ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ. ആദ്യം ഒരു ചെറിയ കുസൃതി ഒപ്പിച്ചു, അതിൻ്റെ പുറകെ ഓടിയതാണ്, ചെറുതായിട്ട് കരിഞ്ഞ് ഒടിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു മക്കളൊക്കെ ചെറുപയറൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നല്ല ചട്നിയൊക്കെ കൂട്ടി കഴിക്കുന്ന പിള്ളേരാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, പഞ്ചസാര കൂട്ടി കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പം നന്നായിട്ട് കഴിച്ചോളും പിള്ളേരാണെങ്കിലും. നമുക്കാണേലും വളരെ നല്ലതാണ്. നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങളെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ കണ്ട അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറുപയർ ദോശ. എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു, ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു മക്കളുള്ള വീട്ടിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ദോശ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർ കഴിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു ദോശയാണ് ചെറുപയർ ദോശ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നെഗറ്റീവോ പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ അതിൻ്റേതായ രീതിക്കെടുത്ത് വീഡിയോ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. തെറി വിളിക്കരുത്, അപേക്ഷയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ.